Dear students, today we are discussing chapter 5, continuity and differentiability. Question: prove that the function f of x is equal to 5x minus 3 is continuous at x is equal to 0, at x is equal to minus 3 and at x is equal to 5. ഓക്കെ, ഈ മൂന്ന് വാല്യൂവിനും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമ്മൾ മൂന്ന് കേസുകൾ ചെക്ക് ചെയ്യണം. എഫ് ഓഫ് സി എക്സിസ്റ്റ് ആവണം. ഓക്കെ, സെക്കൻഡ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ആകണം. ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്നത് സി മൈനസ് എഫ് ഓഫ് എക്സ് എന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റുമാണ്. ഓക്കെ, തേർഡ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആകണം. ഈ വാല്യൂ ഇതും ചെക്ക് ചെയ്യുമ്പോൾ എന്താകണം? ഈക്വൽ ആവണം. അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നതാണ് കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എഫ് ഓഫ് സി, അതായത് എക്സ് ഇസ് ഈക്വൽ ടു സി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ എന്താണ്? 0 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് 0 ചെക്ക് ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 5x മൈനസ് 3. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x മൈനസ് 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയാൽ എഫ് ഓഫ് 0 എക്സിൻ്റെ വാല്യൂ എന്തായി? 0 ആയി. നോക്കിയേ, 5 ഇൻറ്റു 0 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0 0 0 മൈനസ് 3 ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലിമിറ്റ് ഇവിടെ എക്സ് ലെസ് ദാനും എക്സ് ഗ്രേറ്റർ ദാനും ആണെങ്കിലാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ കണ്ടീഷൻ ഈക്വൽ ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആണ്. തേർഡ് കണ്ടീഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സിൻ്റെ വാല്യൂ എന്തായെന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എന്താണ്? 5x മൈനസ് 3 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് മാറി? 0യിലോട്ട് ടെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുത്താൽ 5 ഇൻറ്റു 0 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വലായി? എഫ് ഓഫ് 0യ്ക്ക് ഈക്വലായി. സോ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് LIM ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആയില്ലയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആയി. ഇതാണ് നമ്മൾ പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആകണം. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണ്. മൈനസ് 3 എന്നാണ് കിട്ടിയത്. ഇവിടുത്തെ വാല്യൂവും ഈക്വൽ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ ഫംഗ്ഷനിൽ കൊടുത്തപ്പോഴും മൈനസ് 3 എന്നാണ് കിട്ടിയത്. എഫ് ഓഫ് 0 നേരിട്ട് കൊടുത്തപ്പോഴും എന്ത് കിട്ടി? മൈനസ് 3 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് എഴുതാം. അങ്ങനെ രണ്ടും ഈക്വൽ ആയാൽ എഫ് ഓഫ് സി എക്സിസ്റ്റ് ആയി, എഫ് ഓഫ് 0യ്ക്ക് വാല്യൂ കിട്ടി. ഇനി നോക്ക്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടണം. ആ കണ്ടീഷൻ കിട്ടി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ചെക്ക് ചെയ്തപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിന് എക്സ് 0യിലോട്ട് ടെൻഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ വാല്യൂ എഫ് ഓഫ് 0 എന്ന് തന്നെയാണ്. രണ്ടും ഈക്വൽ ആണ്. മൈനസ് 3 ആണ്. അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. Therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിപ്പോൾ ഫസ്റ്റ് കേസ് ആയിരുന്നു. സെക്കൻഡ് കേസ് ഉണ്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന്. നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ലിമിറ്റ്
എക്സ് ടെൻസ് ടു -3, എക്സിൻ്റെ വാല്യൂ -3 ആയി. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x - 3 എന്നാണ്. ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് -3 ചെക്ക് ചെയ്യാം. 5 ഇൻറ്റു -3 -3 5 into -3, 5 into 3, 15. That means plus 5 into -3, -15, -3, that is equal to -18 എന്ന് കിട്ടും. ഓക്കെ, ഇനിയോ എഫ് ഓഫ് -3 ആണ് ചെക്ക് ചെയ്തല്ലേ. ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് പോയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എന്നാണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. എഫ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? 5x -3 എന്നാണ്. വാല്യൂ പുട്ട് ചെയ്താൽ 5 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ -3 ആയി. ഇപ്പോൾ എക്സിന് -3 എന്ന് കൊടുത്താൽ 5 ഇൻറ്റു -3 ദാറ്റ് ഈസ് ഈക്വൽ ടു -15 -3 എന്ന് തന്നെ കിട്ടും. -18 എന്ന് തന്നെ കിട്ടുന്നു. എഫ് ഓഫ് -3യും ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനും ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -3 എന്ന് തന്നെ കിട്ടി. സോ അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. therefore എഫ് ഈസ് കണ്ടിന്യൂസ് at x is equal to -3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസിലും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സോ therefore f is continuous at x is equal to -3 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ കേസിൽ x is equal to 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, x is equal to 5. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x - 3 ആണ്. സോ എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 - 3 22. നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5. എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് പോയി 5ലേക്ക്. എഫ് ഓഫ് എക്സ്, നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5x - 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 കൊടുത്തു നോക്കാം. 5 ഇൻറ്റു 5 -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടി. നോക്കിയേ, എഫ് ഓഫ് 5ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ഓഫ് എഫ് ഓഫ് എക്സും ഈക്വൽ ആണ് കിട്ടിയത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 എന്നാണ് കിട്ടിയത്. സോ ഫംഗ്ഷൻ എന്തായിരിക്കും? therefore എഫ് ഈസ് കണ്ടിന്യൂസ് at x is equal to 5. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആകാതെയും വരാം. നമ്മളിപ്പോൾ എഴുതിയത് മൂന്നും കണ്ടിന്യൂസ് ആണ്, കാരണം ഒരേ വാല്യൂ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുന്നു. ഇവിടെ എക്സിന് ഡയറക്റ്റ് വാല്യൂ തന്നിരുന്നുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നത്. എക്സ് ലെസ്താനും ഗ്രേറ്റർ ദാനും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ടിന്യൂസ് ആകില്ല, ചിലപ്പോൾ ഇത് ബ്രേക്ക് ആവും. താഴേക്കുള്ള വാല്യൂ കൊടുത്ത് ഇവിടെ സോൾവ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും ഈക്വൽ ആകണമെന്ന് ഇല്ല. ഓക്കെ.